ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉദയഭാനു ദേവിയുടെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് ദേവമംഗലത്ത് വന്നിട്ടുണ്ട്. ആ സമയത്താണ് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം അറിയണം കേട്ടോ. ദേവിയുടെ കുഞ്ഞും നഷ്ടപ്പെട്ടെന്നും ദേവിക്ക് ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണെന്നും അതും കൂടെ കേൾക്കുമ്പോൾ ഉദയഭാനു അവിടെ ഇരുന്നുകൊണ്ട് കരഞ്ഞു പോവാണ് കേട്ടോ. പക്ഷേ ഉദയഭാനു പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് അവളെ ഒന്ന് കാണണം. അപ്പോൾ ദേവി മുറിയിലുണ്ടെന്ന് നമ്മൾ ഗോമതി പറയാണ്. അതും കേട്ട് നമ്മുടെ ഉദയഭാനു നേരെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ദേവിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമാണ് വരുന്നത് കേട്ടോ അച്ഛനെ കാണുമ്പോൾ. കാരണം അച്ഛൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കെല്ലാം പരിഹാരമായിട്ടാണ് ഇപ്പം എനിക്കിത് സംഭവിച്ചത് എന്നാണ് ദേവി പറയുന്നത്. അച്ഛൻ പറയുന്നുണ്ട്, മോളെ സംഭവിച്ചതൊക്കെ വിധിയാണെന്ന് വിചാരിക്കാം, എന്തായാലും നിനക്കിത് സംഭവിച്ചല്ലോ, ഇതെങ്ങനെയാണ് മോളെ പറ്റിയത്, അച്ഛനോടെങ്കിലും ഒന്ന് തുറന്നു പറ എന്ന് പറഞ്ഞ് ദേവിയുടെ ആ കൈ ഇങ്ങനെ പിടിക്കുകയാണ്. ദേവിക്ക് ദേഷ്യം വന്നിട്ട് ചാടി എണീറ്റിട്ട് പറയാണ്, തൊട്ടു പോകരുത് അച്ഛൻ എൻ്റെ ദേഹത്ത്. എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടെങ്കിൽ അതിനെല്ലാം കാരണക്കാരൻ അച്ഛൻ ഒറ്റൊരാൾ കാരണമാണ്. ഞാൻ എന്ത് ചെയ്തു മോള് പറയുന്നത്? അച്ഛാ, ഇത്ര കാലം നിങ്ങൾ കള്ളത്തിന് മേലെ കള്ളങ്ങൾ പറഞ്ഞ് എന്തെല്ലാം ദ്രോഹങ്ങളാണ് ചെയ്തത്. ഇതെല്ലാം ക്ഷമിച്ച് എല്ലാ ആത്മഹത്യയുടെ വക്കിൽ നിന്നതല്ലേ അച്ഛൻ. അതിൽ നിന്നും രക്ഷപ്പെടുത്തിയത് എൻ്റെ കുഞ്ഞല്ലേ. അത് കാരണമല്ലേ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയത്. എന്നിട്ടോ വീണ്ടും നിങ്ങൾ ഈ കള്ളം പറച്ചിലും ചതിയും വഞ്ചനയൊക്കെ നിങ്ങൾ നിർത്തിയോ? ഇല്ലല്ലോ, വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നില്ലേ. അതിൻ്റെ ഫലം ഇന്ന് ഞാൻ അനുഭവിക്കുന്നു. എൻ്റെ കുഞ്ഞ് നഷ്ടമായതും അതൊറ്റൊരു കാരണം കൊണ്ടാണ്. മോളെ, അച്ഛനിങ്ങനെ ശപിക്കരുതേ. ശപിക്കും, നിങ്ങൾ കാരണം തന്നെയാണ് എനിക്കിങ്ങനെ ആയത്. ഇനി ഇവിടെ എനിക്ക് നിങ്ങളെ കാണണ്ട. ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ നിന്ന് പോ. അച്ഛനാണെന്നും പറഞ്ഞ് വന്നേക്കുന്നു. മോളെ, ഇങ്ങനെയൊന്നും എന്നോട് പറയല്ലേ, എനിക്ക് താങ്ങാനാവുന്നില്ല നിൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട്. ഞാൻ അവസാനമായിട്ട് വീണ്ടും അച്ഛനോട് പറയാം, എൻ്റെ ഈ കുറച്ച് ദിവസത്തേക്കെങ്കിലും നിങ്ങളാരും അച്ഛനാണെന്നും അമ്മയാണെന്നും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത്. എനിക്കാണെങ്കിലും സമനില തെറ്റിയാണ് ഞാനിവിടെ ഇരിക്കുന്നത്, അറിയാമല്ലോ. എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടെങ്കിലും നിങ്ങൾ വരാതിരിക്കണം. എനിക്ക് നിങ്ങളെ ആരെയും കാണണ്ട. ഇറങ്ങി പോകുന്നെങ്കിൽ പോക്കോ. ദയവ് ചെയ്ത് പോവാനല്ലേ പറഞ്ഞ അച്ഛനോട്. അങ്ങനെ ഉദയഭാനുവിന് അവിടെ ഇരുന്നിട്ട് സഹിക്കാൻ വയ്യാണ്ട് പുറത്തേക്ക് വരുക. പൊട്ടിക്കരഞ്ഞുകൊണ്ട് വരുന്ന അയാൾ വീണ്ടും ചോദിക്കുന്നുണ്ട് പുറത്തിരിക്കുന്ന ഗോമതിയോടും ബാലനോടും ഒക്കെ, ബാല, ഇവിടെ നടന്ന സംഭവങ്ങൾ എന്താ ഇവിടെ നടന്നത്? ദേവിക്ക് ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? നിങ്ങൾ അവളെ പൊന്നുപോലെയാണ് നോക്കുന്നതെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ കയ്യിൽ നിന്നും ഒരു പിഴവും വരില്ല എന്നും അറിയാം. എന്നിട്ടും ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താ, ഞാൻ ഓരോരുത്തരും ചെയ്യുന്ന പാപത്തിൻ്റെ ഫലമായിരിക്കും അല്ലേ ബാല? ഞാൻ ചെയ്തിട്ടുള്ള പാപങ്ങളുടെയൊക്കെ ഫലമായിരിക്കാം എൻ്റെ മോളിപ്പോൾ അനുഭവിക്കുന്നത്. അയ്യോ സാർ, അങ്ങനെ പറയല്ലേ. അത് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം തന്നെ അവൾ ഒറ്റൊരുത്തിയ എന്ന് ബാലൻ പറയാട്ടോ. ആരെ കാര്യമാണ് ഈ പറയുന്നത് ബാലൻ? എൻ്റെ മോൾ അനുശ്രീയില്ലേ, അവൾ കാരണമാണ് ഇത് സംഭവിച്ചത്. അനുശ്രീയോ? അനുശ്രീ കാരണം എന്ത് സംഭവിച്ചെന്നാണ് ബാലൻ പറയണത്? അത് അവൾ എന്നും പറഞ്ഞ് അങ്ങനെ തുടങ്ങുന്നതും പെട്ടെന്ന് ഗോമതി പറയാൻ കേട്ടോ, അല്ല അത് ദേവി ബാത്റൂമിൽ നിന്ന് ഇറക്കിയപ്പോഴേ മാറ്റിൽ ചവിട്ടി ചർക്കി വീണ് അങ്ങനെ സംഭവിച്ചതാ. അങ്ങനെയാണോ? എന്നാൽ പിന്നെ അനുശ്രീയായിട്ട് എന്താണ് ബന്ധം? അനുശ്രീയുടെ പേരാണല്ലോ ബാലൻ പറഞ്ഞത്. അല്ല, അത് പെട്ടെന്ന് ധർമ്മൻ പറയാണ്, അല്ല അതെ, അനുശ്രീയെ ഏൽപ്പിച്ചിട്ടാണ് ഇവിടുന്ന് ഗോമതി ചേച്ചി മാറി നിന്നത്. ദേവിയുടെ കാര്യം നല്ലപോലെ നോക്കണം, ദേവിയുടെ കൂടെ ഒരാളുണ്ടാവണമെന്നും പറഞ്ഞ് അനുശ്രീ ഏൽപ്പിച്ചു. അനുശ്രീയുടെ ശ്രദ്ധക്കുറവുകൊണ്ടാണല്ലോ ഇത് സംഭവിച്ചതെന്ന് പറയുമ്പോൾ ഉദയഭാനു പറയാം, ഇനി വരാനുള്ള എല്ലാം വിധിയാണെന്ന് വിചാരിക്കാം. ഇനി ആ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ദേവിക്ക് ഇങ്ങനെയൊക്കെ വരാനായിരിക്കാം വിധി. എന്തായാലും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു എൻ്റെ പേരക്കുട്ടി. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു, എല്ലാം പോയില്ലേ, നഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പൊട്ടിക്കരയാറുണ്ടോ ഉദയഭാനു. അപ്പോൾ ഉദയഭാനു പറയാം, ഇനി ഞാൻ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? ഈ കൊണ്ടുവന്ന സാധനങ്ങളും ഇനി ഇവിടെ ആർക്കും പ്രയോജനമില്ലല്ലോ, ഞാൻ എന്തായാലും തിരിച്ചു കൊണ്ടുപോവാം എന്നും പറഞ്ഞ് കൊണ്ടുവന്ന സാധനമായിട്ട് തിരിച്ചു പോവാണ് കേട്ടോ ഉദയഭാനു. അപ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഗോമതി അങ്ങനെ പറഞ്ഞത് ദേവത്തോട്? വേണ്ട ബാലട്ട, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, തൽക്കാലം ഇപ്പോൾ ആരും ഒന്നും അറിയണ്ട എന്നിങ്ങനെ ഗോമതിയും പറയാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോഴാണ് നമ്മുടെ ആനന്ദ് വരുന്നത്. എന്തോ കവറിൽ സാധനവും വാങ്ങി വണ്ടിയിൽ വരുവാണ്. വന്ന പാടത്തിന് ഉദയഭാനുവിനെ മുമ്പിൽ കാണുമ്പോൾ നല്ല ദേഷ്യം വരും കേട്ടോ. ഉദയഭാനു സ്നേഹത്തോടു കൂടി ആ കൈയെടുത്തിട്ട് പറയാം, ഓനെ സംഭവിച്ചതൊക്കെ വിധിയാണെന്ന് മാത്രം വിചാരിക്കാം, അല്ലാതെ എന്ത് ചെയ്യാം? വിധിയോ കോപ്പ് തൊട്ട് പോരും നിങ്ങൾ എൻ്റെ കയ്യിൽ. നിങ്ങളുടെ മോൾ ഒറ്റൊരുത്തി വരുത്തി വെച്ച വിനയാ. എനിക്ക് എൻ്റെ കുഞ്ഞിനെ അവൾ മനഃപൂർവ്വം നഷ്ടപ്പെടുത്തിയതാണ്, അറിയാലോ. നിങ്ങളെ മോളുടെ കള്ളത്തരവും ചതിയും വഞ്ചനയും അവളെ ഉള്ളിലിരിപ്പും കള്ളത്തരം കാണിച്ച് നടന്നില്ലേ, അതിൻ്റെ ഫലമാണ് ഇന്ന് ഈ കുഞ്ഞ് നഷ്ടപ്പെട്ടത്. മനസ്സിലായോ? എന്താണെന്നറിയോ? ദൈവം വിചാരിച്ച് കാണും എന്നെപ്പോലെ നല്ലൊരുവന് ഇതുപോലൊരു കള്ളിയായ ഒരുത്തിയുടെ കുഞ്ഞിനെ തരണ്ടെന്ന്. അല്ലെങ്കിൽ ആ കുഞ്ഞും അതുപോലെ കള്ളിയോ കള്ളനോ ആയി വളരൂലേ, അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്നും പറഞ്ഞുകൊണ്ട് പാവം നമ്മുടെ ആനന്ദ്, പാവം നമ്മുടെ
ഉദയഭാനുവാണെങ്കിൽ സങ്കടപ്പെട്ടിട്ട് പറയാം, മോനെ അങ്ങനെയൊന്നും പറയല്ലേ, അവൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റല്ലല്ലോ, ആര് പറഞ്ഞു അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റല്ലെന്ന്. അവളെ എല്ലാം ക്ഷമിച്ച് ഞാൻ വീട്ടിലേക്ക് കയറ്റിയതേ എൻ്റെ കുഞ്ഞിന് വേണ്ടി മാത്രമാണ്, അറിയാമല്ലോ. വേണമെങ്കിലേ കുറച്ച് ദിവസത്തിനകം അവളെ ഞാൻ നിങ്ങളെ വീട്ടിൽ തന്നെ കൊണ്ടുവിടും, മോളെ നിങ്ങൾ തന്നെ നോക്കിക്കോ എന്നിങ്ങനെ പറയുമ്പോൾ ഉദയഭാനു പറയാം, അയ്യോ മോനെ അങ്ങനെയൊന്നും ചെയ്തേക്കില്ലേ, നിങ്ങളോടുള്ള ദേഷ്യം ഞാൻ നിങ്ങളുടെ മോളോട് തീർക്കും. അയ്യോ അവളെ ഉപദ്രവിക്കാൻ അടിക്കുകയൊന്നും ചെയ്യരുത്. ഉപദ്രവിക്കാനോ അടിക്കാനോ ഞാനോ? സ്ത്രീകളെ മേലെ കൈവയ്ക്കാനും ഉപദ്രവിക്കാനും അത്ര തരം താഴ്ന്നവനൊന്നും അല്ല. പക്ഷേ അവൾ മനസ്സമാധാനത്തോടുകൂടി ഈ വീട്ടിൽ ജീവിക്കില്ല. അതിനുള്ള എല്ലാ പണിയും ഞാൻ ചെയ്തു വെച്ചുകൊണ്ടേയിരിക്കും. മോനെ അങ്ങനെയൊന്നും പറയല്ലേ, മര്യാദയ്ക്ക് ഇറങ്ങി പോടോ, വന്നേക്കുന്നു ക്ഷേമം അന്വേഷിച്ചെന്നും പറഞ്ഞുകൊണ്ട് അമ്മായിയച്ഛന് നല്ല വഴക്കം കൊടുത്തിട്ട് ആനന്ദ് കയറി പോവാട്ടോ. ആകെ മനസ്സ് തകർന്ന് നമ്മുടെ ഉദയഭാനു ചെന്ന് ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. അവിടെ ചെന്നിരുന്ന് താൻ ചെയ്ത കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഓർത്തെടുത്തിട്ട് എന്നാലും ദേവിക്ക് ഇങ്ങനെ വന്നല്ലോ എന്നുള്ള ഭയങ്കര സങ്കടത്തിലാട്ടോ ഉദയഭാനു. ആ സമയത്ത് അമ്പലത്തിൽ ദീപാരാധന സമയത്ത് മണിയും കേൾക്കുന്നുണ്ട്. മൊത്തത്തിലാകെ ഉദയഭാനു തകർന്നു പോയി. ദേവി, ഞാൻ ചെയ്തിട്ടുള്ള പാപങ്ങൾക്കാണ് എന്തെല്ലാം തെറ്റ് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണോ എൻ്റെ മോൾക്കിത് സംഭവിച്ചത്? എൻ്റെ മോളെ ഈ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയത് അതുകൊണ്ടാണോ? ഞാനാണോ പാവി? ഞാൻ കാരണമാണോ എൻ്റെ മോൾക്ക് ഇതൊക്കെ സംഭവിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഉദയഭാനു അവിടെ ഇരുന്നുകൊണ്ട് വിഷമിക്കുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യണ്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആര്യനാട്ടോ. ആര്യൻ ഡെലിവറിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു കടയുടെ ഫ്രണ്ടിൽ നിൽക്കട്ടോ. അവിടെ കൊടുത്തിട്ട് തിരിച്ച് വണ്ടിയിലേക്ക് കയറാൻ പോകുന്ന സമയത്താണ് ആ സൈഡിലിരുന്ന് നമ്മുടെ ആലോകം കുറച്ച് കൂട്ടുകാരുമായിട്ട് എന്തൊക്കെയോ സൊറ പറഞ്ഞ് പൊട്ടിച്ചിരിക്കണം. അത് നമ്മൾ ആര്യൻ്റെ കണ്ണിപ്പെട്ടോ. ആര്യനാണെങ്കിൽ ഇതുപോലൊരു ദേഷ്യമില്ല. അത് ശരി, എല്ലാം ഒപ്പിച്ച് വെച്ച് ഞങ്ങളെ വീട്ടിൽ ഇത്രയും മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് നീ ഇവിടെ ചിരിച്ച് രസിക്കുന്നല്ലേ, കാണിച്ചു തരണാടാ നിനക്കിപ്പോൾ ഒന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് ആകാശിനെ വിളിക്കാം കേട്ടോ. അപ്പോൾ ആകാശ് കടയിലാണല്ലോ. ആകാശ് ഇങ്ങനെ എന്തിനാണ് നീ എന്നെ വിളിച്ചത്? അതെ ആകാശേട്ടാ, ഒന്നിവിടം വരെ വാ, ഞാൻ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്, അത് നോക്കിക്കോ, നോക്കിയിട്ട് ഇങ്ങോട്ട് വാ. എടാ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, പെട്ടെന്ന് വന്നാൽ മതി. അങ്ങനെ ആകാശം ഇങ്ങോട്ട് വരാട്ടോ. അപ്പോൾ ആകാശിനോട് പറയാം, കണ്ടോ അവനിരുന്ന് സന്തോഷിക്കുന്നുണ്ടോ? അവൻ അങ്ങനെ അങ്ങ് ചിരിക്കണ്ട. നമ്മുടെ വീട്ടിൽ ഇത്രയും കഷ്ടപ്പാട് വരുത്തിട്ട് അവനതിന് മറുപടി കൊടുക്കണ്ടേ? എടാ അച്ഛൻ എന്താ പറഞ്ഞത്? തൽക്കാലം ഇതൊന്നും ആരും അറിയണ്ട, അവന് തൽക്കാലം ഒന്നും ചെയ്യണ്ടെന്നല്ലേ? അത് അച്ഛൻ പറഞ്ഞു, അത് നമ്മുടെ അനുമോൾക്ക് വേണ്ടിയിട്ടല്ലേ. എന്താ ആ ഒരു കാരണം പറഞ്ഞല്ല നമുക്ക് ഇപ്പോൾ അവന് ചെയ്യേണ്ടത്. ചേട്ടൻ കയറ്, എനിക്കറിയാം എന്താ വേണ്ടതെന്ന് എന്നും പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാക്കി മുന്നോട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇവന്മാരുടെ അതിലൊരുത്തൻ്റെ ബൈക്ക് അവിടെ ചാരി വെച്ചിട്ടുണ്ടായിരുന്നു സൈഡിൽ, അതിൽ കൊണ്ട് ഒറ്റ ഇടി കൊടുക്കുകയാണ്. അങ്ങനെ കൂട്ടത്തോടെ എല്ലാവന്മാരും എന്തിനാടാ നിനക്ക് കണ്ണ് കണ്ടുകൂടെ, നീ എന്തിനാടാ എന്നെ ബൈക്കിലിടിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് അന്നും തള്ളും ബഹളവും ഒക്കെ ആയിട്ടോ. അങ്ങനെ അലോക് നോക്കുമ്പോഴത്തേക്കും ആര്യനും ആകാശമാണ്. അലോകിനാകെ പരിങ്ങലായി, എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഓടി രക്ഷപ്പെടണം. കാരണം അലോകിന് കാര്യം എന്തായാലും അറിയാം, ഇതിനിടയിൽ പെട്ടുപോയി കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയതാണെന്ന്. അലോക് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ പോവാണ് കേട്ടോ. അപ്പം ഇവന്മാരെല്ലാം അടിച്ച് ഓടിച്ചതിന് ശേഷം അലോകിൻ്റെ പുറകെ ആകാശം ആര്യനും കൂടെ ഓടിച്ചിട്ട് പിടിക്കുകയാണ്. അടിയെന്ന് പറഞ്ഞാൽ അത്രമാത്രം അവനെ അടിച്ച് ശരിയാക്കുക. അവസാനം അലോക് തളർന്നിട്ട് അവരിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നോർത്ത് ഓടി ഒരു പുഴയുടെ സൈഡിലേക്ക് എത്തോട്ടോ. അവിടെയൊക്കെ എടുത്തിട്ട് മറിച്ച് അടിച്ചും ശരിയാക്കുക നമ്മുടെ അലോകിനെ. എന്നിട്ടും വലിയൊരു വടിയോ എന്തൊക്കെയോ എടുത്ത് അലോകിൻ്റെ കാലും കൈയും ഒക്കെ അടിച്ച് പപ്പടാക്കുന്നുണ്ട്. എന്നിട്ട് അലോകിനോട് പറയുന്നുണ്ട്, എടാ നിന്നെ ഈ തല്ലുന്നത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായോ? പിന്നെ വണ്ടി തട്ടി, അവന്മാരുടെ വണ്ടി ഞങ്ങൾ കൊണ്ട് തട്ടി, അതൊക്കെ ശരിയാ. പക്ഷേ ഇപ്പം നിനക്ക് മനസ്സിലായി കാണും എന്തിനാണ് നമ്മളത് ചെയ്തതെന്നും ഇപ്പം ഈ തല്ലുണ്ടാക്കിയെന്നും. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിനക്കിപ്പോൾ കിട്ടുന്ന ഈ അടികൾ നീ വീട്ടിൽ ചെന്നോ അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ഈ ഒരു കാരണത്താലാണ് നിനക്ക് അടി കിട്ടിയെന്ന് നീ പറയരുത്, മനസ്സിലായല്ലോ? അനുമോളുടെ പേരെങ്ങാനും നീ പറഞ്ഞാൽ ബാക്കി നിന്നെ ഞങ്ങൾ ഈ ജീവനെപ്പോഴും വച്ചേക്കില്ല, നിന്നെ ഞാൻ വെട്ടിക്കൊല്ലും. തൽക്കാലത്തേക്ക് ഇത് മാത്രമേ തരുന്നുള്ളൂ. പറഞ്ഞത് കേട്ടോ, മേലിൽ എന്തെങ്കിലും കാരണത്തിൽ ഇതുമായി ഒരു പ്രശ്നമായിട്ട് നീ വന്നാലുണ്ടല്ലോ അതോടെ തീരും ബാക്കിയെല്ലാം. അനുമോളുടെ പേര് പോലും നീ മിണ്ടിപ്പോകരുത് എന്നും പറഞ്ഞിട്ട് അലോകിനെ ആകാശം ആര്യനും കൂടെ അടിച്ച് പഞ്ചറാക്കിട്ടോ. എന്നിട്ട് അലോകിന് എണീറ്റ് നടക്കാൻ പോലും പറ്റുന്നില്ല. വീണ്ടും പിടിച്ചു വെച്ചിട്ട് അടിക്കാട്ടോ, കാലിലും തലയിലും ഒക്കെ അടിച്ച് ആ വെള്ളത്തിലൊക്കെ തല കൊണ്ടിട്ട് മുക്കി ശ്വാസം മുട്ടിക്കുകയാണ്. എന്നിട്ട് ശ്വാസം മുട്ടി വെള്ളത്തിനകത്തേക്ക് വെച്ചിട്ടാണ് ഇത്രയും പറയുന്നത്. അവസാനം അലോകിന് ശ്വാസം മുട്ടോ. അപ്പോൾ ആകാശ് പറയാണ്, മതി ആര്യ, വിട്ടുകളാ, അവനെ ഇനിയൊന്നും ചെയ്യണ്ട, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ മാത്രം നമുക്ക് ഇടപെടാം, അതാണ് നല്ലതെന്ന് പറയട്ടോ. ഇതൊക്കെ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്